വരികളാണ്. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9ഉം ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്കു കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കുന്നില്ലൊന്ന് കൊണ്ടും. എന്താണ് പോവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ വെളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ. അധികാരമുള്ളോരതേറ്റു ചൊല്ലി, അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 ഉണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും, ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്നൊത്തെല്ലൊരു ചത്തോടപ്പോൾ പറഞ്ഞു പോയി. ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിടുന്നവളാരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളിപ്പണിക്കാർതൻ മാനം കാക്കും, അവളിപ്പണിക്കാർതൻ മാനം കാക്കും. കഞ്ഞിക്കലവും തലയിലേന്തി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാടവരമ്പിലൂടെ മണ്ടിക്കിതച്ചു വരുന്നതാരോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഓർക്കാപ്പുറത്താനശനിപാദം ആർക്കറിയാമെന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാരെ അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. കെട്ടിമറയ്ക്കല്ലൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കല്ലൻ എൻ്റെ കൈയും. എൻ്റെ പൊന്നു മനക്കേടിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കൈയാൽ കുഞ്ഞു